ചരിച്ചിരിപ്പൂ എന്നാൽ തന്നെ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവലേ സംഭൃതങ്ങളായി ചമയുമെന്ന് നിശ്ചയം മാത്രമല്ലോ ആകുന്നത്. ആയതൊക്കവേയും കൊള്ളാം സുകൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തിങ്കലേ മനുഷ്യജന്മം ലഭിപ്പൂ എന്നിരിക്കുന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ച സമയത്തിങ്കൽ വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തിങ്കൽ ഈശ്വരനെ സേവിച്ച് പാപനിവർത്തി വരുത്തി പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷത്തെ സാധിച്ചു കൊള്ളണം. ആയതിനു വേണം എല്ലാ ജനങ്ങളും എല്ലാ സമയത്തിങ്കലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ. ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത്. ചന്ദ്രചൂട പായാൽ ഔവണ്ണമെല്ലാം ഇരിക്കുന്ന ചന്ദ്രചൂടൻ ഭഗവാന്മാരെ രക്ഷിക്കണം രക്ഷിക്കണം. ഭഗവാന്മാർക്ക് പല പ്രകാരേണയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായും ആദി ഭൗതികങ്ങളായും ആദി ദൈവികങ്ങളായും ഇങ്ങനെ ബഹുവിധങ്ങളായും ഉണ്ടാകുന്ന സങ്കടങ്ങളെ അസകലം യഥാവലേ ദൂരത്തിങ്കലാക്കി കളഞ്ഞ് അർത്ഥ പുത്ര മിത്ര കളത്രാദികളിലെ സമ്പത്തുക്കളെ സമ്പാദിക്കണം എന്നതല്ലോ ഇവിടെ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്ന രക്ഷയിങ്കൽ ആരെ ഇവിടെ രക്ഷാകർത്താവായിട്ട് കൽപ്പിച്ചു എന്നല്ലേ. ചന്ദ്രചൂട ആ ചൂടന്റെ പോക്ക് സ്വതേത്രി ചൂട് കൂടിയ വകകളാണ് ഇവിടെ ഉള്ളതൊക്കെ. പ്രകൃത രക്ഷിക്കാനുള്ള ആളാണ്. രക്ഷ നേരെയാവണം ആവണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടേ? എവിടേക്കാ പുറപ്പെട്ടെ? ഈ നേരം എന്താണില്ലാത്ത നേരത്താ പുറപ്പെടണേ. എങ്ങനെയാ പുറപ്പെടേണ്ടത് എന്നൊരു സമയം നാലൊക്കെ ഇല്ലേ? വെറുതെ ഇങ്ങനെ വരിക, അങ്ങോട്ട് പുറപ്പെടുക, വെറുതെ ഇങ്ങോട്ട് പുറപ്പെടുക, കുറച്ചു നേരം അവിടെ നിൽക്കുക, കുറച്ചു നേരം ഇവിടെ നിൽക്കുക. എന്താ അതിന് കാരണം? രക്ഷ നേരാമണ്ണായിട്ടില്ല. ഇതിപ്പോ എന്താ ഇങ്ങനെ തൂക്കിയിട്ട് എടുക്കണേ? ഇവിടെ ഇങ്ങോട്ട് വരൂ. രക്ഷിക്കാനുള്ള ആളുടെ അവസ്ഥ ഇതാ. പിന്നെ ഇങ്ങനെ ബാക്കിയുള്ളത് നേരെയാവുക. ഇതിപ്പോ എത്ര നേരം ഇങ്ങനെ നിന്ന് കഴിച്ചോട്ട് നീ ഇരിക്കൂ? ആയിരുന്നോളൂ. അതാ ശീലവും അതാ വേണ്ടതും. പറഞ്ഞിട്ട് ഫലമൊന്നുമില്ല. രക്ഷ നേരെയാവാത്തതിന്റെ കുഴപ്പമായി കാണുന്നതൊക്കെ. രക്ഷിതാവ് നേരാവണ്ണമല്ലെങ്കിൽ രക്ഷ നേരെയാവില്ല അല്ലേ? രക്ഷ എങ്ങനെയാ നേരെയാവുക? ഈ കാലത്തിനിടയിൽ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതെ ഒരു രക്ഷ കേമായിട്ടോ അസലായിട്ടുണ്ട് എന്ന് പറയുണ്ടായോ? ആരുടേത് ഉടമസ്ഥനില്ലാത്തത്? ഇതിനിടയ്ക്ക് ഉടമസ്ഥനില്ലാത്ത രണ്ടെണ്ണം. ചിലത് അങ്ങനെയുണ്ട്. എന്താണ്? രക്ഷിക്കാൻ നേരെ ഇല്ലാണ്ട് വരുമ്പോ നട തള്ളുക എന്ന് പറയും. അവനവന്റെ ശല്യം ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. കുറച്ചു നേരം അങ്ങോട്ട് കിടക്കുക, കുറച്ചു നേരം ഇങ്ങോട്ട് കിടക്കുക, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഒക്കെ കേമായിണ്ട്. ചേർന്ന് തൊട്ടാൽ അപകടമാവുക. ഇപ്പൊ നല്ല സുഖം ഇവിടെ ഉണ്ട്. അവിടത്തെ സുഖമല്ല ഇവിടത്തെ സുഖം നോക്കണ്ടേ? മനസ്സിലാവുണ്ടോ? രക്ഷ കേമായിണ്ടാന്ന് എവിടെയാച്ചാ സിംഹാസനത്തിരിക്കുക സുഖമായിട്ട് ഒരു കാലം കൂടുന്ന സമയത്ത് കിടത്തിയാൽ മതി. അത്ര വരെ അങ്ങേക്ക് സ്വതന്ത്രമായിട്ട് എവിടെയായിരുന്നു എന്നെ കാണാണ്ടായില്ല. ഈ രണ്ടെണ്ണേ ഉള്ളൂ ആകെ. ഇടത്തും വലത്തുമായിട്ട് പുറപ്പെട്ടു. പുക കൊള്ളണ്ടല്ലോ എന്ന് ധരിച്ചു വരണതാ. അവിടെ ആയ പുക കൊള്ളണം. ചെലുത്താൻ നേരായി ഓരോരുത്തർ അവനവന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വരവ് തുടങ്ങിയിട്ടുണ്ട്. അവനവന്റെ രക്ഷയാണ് സകലത്തിലും ഏറ്റവും മുഖ്യമായ രക്ഷ എന്ന് വേണം പറയാനായിട്ട് അല്ലേ? അവനവന്റെ രക്ഷയ്ക്ക് വലിയ രക്ഷയുണ്ടോ? രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ
അവനവന്റെ രക്ഷയെ അവനവൻ ഉതകും വിധത്തിൽ മറ്റുള്ളവരിൽ നിന്ന് അവനവന്റേതായ സത്പ്രവർത്തികളെ കൊണ്ട് തന്റെ കാര്യങ്ങൾക്ക് വേണ്ടുന്നതായ നന്മതിന്മകളെ സ്വീകരിച്ച് തന്റെ കർമ്മങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ വേണ്ട വിധേന ഉപയോഗിക്കുന്ന ആളെയാണ് രക്ഷിതാവ് എന്ന് പറയുക. അല്ലേ? ആണോ? കഷ്ടം. അവന്റെ കാര്യം നോക്കണ ആളാ രക്ഷിതാവ് അല്ല. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അവനവനെ എപ്രകാരം രക്ഷിക്കണം എന്നാണോ മനസ്സിൽ ധരിക്കണത് അപ്രകാരം സർവ്വതിനെയും രക്ഷിക്കാൻ പ്രാപ്തിയുള്ള ആളെയാണ് രക്ഷിതാവ് എന്ന് പറയുക. ഇവിടെ എങ്ങനെയാ രക്ഷ നേരെയുണ്ടോ? ഇവിടുത്തെ രക്ഷേ അറിയാണ്ടിരിക്കാൻ ഭേദമല്ലേ? ഓരോന്നൊക്കെ ഇരുന്ന് ഉണർന്നു നോക്കൂ. എന്ത് പാപം ചെയ്തിട്ടാണ് എനിക്ക് നിശ്ചയില്ല. ഇത് എത്ര നേരാച്ചട്ടാ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ? ഇതൊന്നും കാണണം കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പുറപ്പെടാണ്ടിരുന്നാ മതി. ഓ, രക്ഷയുടെ കാര്യമാണ് പറഞ്ഞു വരണേ. തന്റെ രക്ഷയെ സുഖമായി സ്വസ്ഥായിട്ട് തന്നെ ഇരിക്കണേ. നോക്ക്, എല്ലാവരും അവരവരുടെ രക്ഷ കേമായിട്ടാണ്. എന്നാ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കൂ. ഇരിക്കാൻ സിംഹാസനങ്ങളില്ല അല്ലേ? എന്നാ സൂര്യന്റെ പ്രകാശത്തിന്റെ ശക്തി കുറയ്ക്കാൻ എന്താ വേണ്ടത് അത് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതിനെ വിളിച്ചു വരുത്താണ്ടിരിക്കുക അല്ലേ? ഇങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട കാര്യമുണ്ടോ? അവിടെ ചെല്ലുക, ചെലുത്തുക, പുറപ്പെടുക, ഇത്രേ ആവശ്യമുള്ളൂ. വിളിച്ചാൽ അതിന് വേണ്ടതായ കർമ്മധർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട് അല്ലേ? ക്ഷണിച്ചു വരുത്തി അപമാനിക്കല്ല വേണ്ടത്. ഇതിപ്പോ എന്തിനാണ് ഇതിനെ ഉണക്കാൻ വെച്ചിരിക്കണേ? ഇത് കുറെ കഴിയുമ്പോ ഉണങ്ങേ. ഇപ്പൊ കുറച്ച് കഴിയുമ്പോ ഇവിടെയും ഇതൊക്കെ തന്നെ അവസ്ഥ. ഇപ്പൊ ഇരിക്കുമ്പോ നല്ല സുഖാന്ന് തോന്നും. ഇരിക്കുമ്പോ എത്ര സുഖമായിട്ട് അറിയണത്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോ സാക്ഷാൽ സൂര്യദേവൻ ഇങ്ങോട്ട് വരും. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു മാറേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പാകാവും. വെയിലുണ്ട് ഒരു പാകായില്ലേ? തിരക്കില്ലേ? തൊട്ടാ കണ്ണെഴുതാൻ പാകായിട്ടായിരിക്കണേ. എന്താണ്? രക്ഷ നേരാമണ്ണല്ലാത്തത് കൊണ്ടാ. എവിടെയെങ്കിലും രക്ഷ നേരാമണ്ണം ആവണമെങ്കിൽ രക്ഷിതാവ് നേരെയാവാതെ കണ്ട് രക്ഷ നേരെയായ ചരിത്രമില്ല. രക്ഷിക്കാൻ പുറപ്പെടുന്നവര് എന്താണ് ചെയ്യണത്, എന്തിനാണ് ചെയ്യണത്, എങ്ങനെയാണ് ചെയ്യണത്, എപ്പോഴാണ് ചെയ്യണത്, എപ്പ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തിനു ചെയ്യണം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണകളില്ലാതെ പ്രവർത്തിക്കുന്നതാണ് രക്ഷ നേരെയാവാത്തതിന് കാരണം. കൃത്യമായ ധാരണ ഉണ്ടാവണം. ആരാ പറഞ്ഞത്? വരുന്ന ആൾക്കെത്താ വേണ്ടത്, ആ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യേണ്ടതുണ്ടോ അല്ലേ? ഇതൊക്കെ നോക്കാണ്ട് വെറുതെ ഇങ്ങനെ വന്നിവിടെ നിന്നിട്ട് വല്ല പറയണ്ടോ? ഒരു സിംഹാസനത്തോടെ ഇരിക്കൂ. സംശയിക്കൊന്നും വേണ്ട, രക്ഷിക്കാൻ തുടങ്ങേ ഉള്ളൂ. എന്താണ് പറയാൻ കാരണം എന്നാണെങ്കിൽ അനവധി നിരവധി 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 നാമധേയങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പേര് ഞാൻ ഇതേവരെ കേട്ടിട്ടില്ല. ആ നിപ്പും ഭാവവും കണ്ടാ അറിയാം ഇതേവരെ കേട്ടിട്ടില്ല. കേൾക്കേണ്ടതിനെ കേൾക്കേണ്ട പോലെ കേൾക്കണം. എന്തെങ്കിലും കേട്ടിട്ട് ഫലമില്ല. എന്തെങ്കിലും കേട്ട് അതാണ് ഇതെന്ന് ധരിച്ചിട്ടും ഫലമില്ല. നന്മയെ കേൾക്കാൻ സാധിക്കണം. സച്ചിന്തകളെ മനസ്സിനുദിപ്പിക്കാനായിട്ട് അവനവന് സ്വയം സാധിക്കണം. അനവധി നിരവധി നിരവധി നാമധേയങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഈ ചന്ദ്രചൂടൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. തന്നെ പറഞ്ഞു കേട്ടാൽ കൊള്ളാമലൻ മഹാ. എനിക്ക് കഴിവുള്ള വിധം ഞാൻ കഥ പറയാം. നിങ്ങൾ സൗകര്യം പോലെ കഥ കേൾക്കുക. ഇതിപ്പോ പോയിരിക്കും അവനവന്റെ സൗകര്യമായിട്ട് ഇരിക്കും ഭാവവും സമ്പ്രദായവും ഒക്കെ ആയിട്ടില്ലേ നോക്കൂ. അവനവന്റെ സുഖമായിട്ടിരിക്കുക. അങ്ങനെയായ സുഖാവില്ല. വക്താവിന് ഉത്സാഹം വേണമെങ്കിൽ ശ്രോതാക്കളായിരിക്കുന്ന ആൾക്കാര് മുമ്പിലെങ്കിലും ഉപവിഷ്ടരാവണം. അതിന് വേണ്ടതായ സാഹചര്യത്തെ രക്ഷിതാവ് ഒരുക്കേണ്ടതുണ്ട് അല്ലേ? വെറുതെ എങ്ങനെയെങ്കിലും വേഷം കെട്ടി പുറപ്പെട്ടിട്ട് ഫലമുണ്ടോ? ഇതിനൊരു കാരണമുണ്ട്. ഭഗവത് കഥകള്, ഈശ്വര കഥകള്, സത്സംഗങ്ങള്, ഗുരുമുഖവാക്യങ്ങള്, ഇതൊക്കെ ആദ്യാവസാനം കേൾക്കണമെങ്കിൽ എത്ര പടഹാതി വരച്ച് വേഷം കെട്ടി പുറപ്പെട്ടിട്ടും ഫലമില്ല. മുജ്ജന്മ സുഹൃതികൾക്ക് മാത്രമേ അത് ആദ്യാവസാനം തരാവുള്ളൂ. ഭഗവത് കഥകളെ, ഈശ്വര കഥകളെ ആദ്യാവസാനം കേൾക്കണമെങ്കിൽ മുജ്ജന്മ സുഹൃതികൾക്ക് മാത്രമേ തരാവുള്ളൂ. ഇല്ലെങ്കിൽ അതിനിടയ്ക്ക് ആരെങ്കിലും വന്ന് വിളിക്കും, ഇല്ലെങ്കിൽ ഒന്ന് പറയും, ഇല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് തോണ്ടും, ഇല്ലെങ്കിൽ അവരൊന്ന് പറയും.
എടാ കർണം തിന്നാൻ തുടങ്ങി അവിടെ എന്താ ഉപദേശിക്കണേ? ഏമായുണ്ട്. അവനവന്റെ രക്ഷ അവനവൻ തന്നെ നോക്കണം. മറ്റുള്ളവർ രക്ഷിക്കുന്നു വിചാരിച്ച് പുറപ്പെട്ടിട്ട് ഒരു ഫലമില്ല. എവിടേക്കാ ചാടണേ? ഇവിടെ ഇരിക്കോ? അവിടെ പോയി ഇരിക്കും. ഇരിക്കോ? അവിടെ ഇരിക്കോ? അനുസരണയുള്ള കൂട്ടത്തിലാണ്. പകതിരിവേ ഇല്ലാണ്ടുള്ളൂ, അനുസരണയുണ്ട്. എന്താ കാലുമ കിടന്നേ നോക്കൂ. ഇവിടെ അകത്തേക്ക് പാകേണ്ടതാണോ? ഇനി ഇത് എവിടെയാ വേണ്ടത്? അപ്പൊ അത് അവിടെ വച്ചിട്ടല്ലേ ഇങ്ങോട്ട് വരേണ്ടത്. അറിവ് എവിടുന്നാ ഉണ്ടാവുക? അറിവ് ബുദ്ധിന്നല്ല ഉണ്ടാവുക, കാഴ്ചപ്പാടിന്ന് അറിവുണ്ടാക്കേണ്ടത്. ആ അറിവിനെ ബുദ്ധിയിലേക്ക് കൊടുത്ത് ബുദ്ധി കൊണ്ട് ആ അകത്തേക്ക് ലഭ്യമായ അറിവിനെ തിരിച്ചറിവാക്കി മാറ്റാൻ സാധിക്കണം. മനസ്സിലായോ? പൊക്കോളൂ. അനവധി ഉണ്ട്, നിരവധി ഉണ്ടെങ്കിലേ ഇത് അറിവ് ധാരാളം ഉണ്ട്. ഒക്കെ അറിവാളികളാണ്. എന്നെ പോലത്തെ അറിവുള്ളതായിട്ട് മറ്റൊരാളില്ല എന്ന ഭാവം, അഹങ്കാരം ഒന്നിനും നന്മ ചെലുത്തില്ല. ഇവിടെ അനവധി നിരവധി നാമധേയങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ചന്ദ്രചൂടൻ ചന്ദ്രചൂടൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ തന്നെ പറഞ്ഞു കേട്ടാൽ കൊള്ളാമല്ലമ്മ. എന്തിനാണ് ഇത്ര വളരെ സംശയിച്ചിരിക്കുന്നത്? സകല ലോകൈകനാഥനായി സച്ചിദാനന്ദ സ്വരൂപനായി പാർവതീ വല്ലഭനായിരിക്കുന്ന സാക്ഷാൽ ശ്രീ പരമേശ്വരനെ തന്നെയല്ലോ ഇവിടെ രക്ഷയ്ക്കായിക്കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നത്. നല്ല ശിക്ഷ വഴിപോലെ ബോധിച്ചു. ശ്രീ പരമേശ്വരൻ രക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഒട്ടും സംശയമുണ്ടായിരുന്നില്ലല്ലോ. എങ്കിലും ഔവണ്ണമെല്ലാം ഇരിക്കുന്ന ചന്ദ്രചൂടൻ എന്നല്ലോ പറഞ്ഞു കേട്ടത്. ആയതങ്ങിനെ കേട്ട സമയത്തിങ്കൽ അവസ്ഥാഭേദം കൊണ്ട് ഉപാസനയ്ക്ക് ശക്തിയേറാനുണ്ടായിരുന്നു. ശ്രേഷ്ഠന്മാരായിരിക്കുന്ന പാണ്ഡവന്മാർ വേദവ്യാസ മഹർഷി പക്കൽ നിന്ന്
പാശുപതാസ്ത്രലബ്ധിക്കായിക്കൊണ്ടുള്ള വൃത്താന്തത്തെ കേട്ട് ധർമ്മപുത്രരുടെ വാക്യഹേതുവായിട്ട് അർജുനൻ കൈലാസാനുപ്രദേശത്തെ പ്രാപിച്ച് തപസ്സാരംഭിച്ചതായ സമയത്തിങ്കൽ ഭഗവാൻ സ്വാമി ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെടാതെ കണ്ടുവന്ന അർജുനൻ പഞ്ചാഗ്നി മധ്യസ്ഥനായിട്ട് തപസ്സാരംഭിച്ചതായ മാത്രയിങ്കൽ ദേവി പാർവതിയുടെ പുത്രവാത്സല്യ ഹേതുവായിട്ട് ഭഗവാൻ സ്വാമി ശ്രീ പരമേശ്വരനാകട്ടെ തന്റെ പരമഭക്തനായിരിക്കുന്ന അർജുനന്റെ മനസ്സിൽ ജനിച്ചതായ ഗർവിനെ അഹങ്കാരത്തെ ശമിപ്പിച്ച് പാശുപതാസ്ത്രത്തെ പ്രദാനം ചെയ്യണമെന്ന് പ്രകാരം നിശ്ചയിച്ച് കിരാതവേഷം ധരിച്ച് കിരാതിനി വേഷധാരിണിയായിരിക്കുന്ന പാർവതിയോടും സർവഭൂതഗണങ്ങളോടുകൂടെ അർജുന തപോവനത്തെ പ്രാപിച്ച് കപടകിടി വേഷധാരനായ മൂകാസുരനെ നിഗ്രഹിച്ച് അർജുനനുമായി വാക്സംവാദം ചെയ്ത് യുദ്ധം ആരംഭിഭൂതം ചെയ്തു ആയത് എപ്രകാരമാകുന്നത് കാരുണ്യപൂര മൃദുളേന ഹൃദാ കിരാത രോഷാതിരേക കലുഷേണ ച പാണ്ഡുസൂനോ അല്പം മഹാന്തമഭിവിക്രമമാദധാന വാതേന തു ചിരതരം സമരം സമാനം തൗ ചിരതരം സമരം സമാനം ആതേനതു അവര് തുല്യമായിരിക്കുന്ന സമരത്തെ ചെയ്തു. പാർവതി വരൂ, ഇവിടെ വരൂ. അവിടെ വന്നു. പാർവതിയാണ് പുത്രദുഃഖം കൊണ്ട് പുറപ്പെട്ടതാണ്. മനസ്സിന് എന്തെന്നില്ലാത്ത ദുഃഖമുണ്ട്. മക്കളെ കുറിച്ചല്ലാണ്ട് വേറെ ആരെ കുറിച്ച് ദുഃഖിക്കാനല്ലേ? ഈ അമ്മയുടെ വിഷമത്രേ ഉള്ളൂ. ഇവിടെയും പാർവതിക്ക് എന്താ തന്റെ മകനെ കുറിച്ചുള്ള ചിന്തയാണ്. എന്താ അത്? അർജുനൻ എന്ന് പറഞ്ഞ പുത്രസമന. പാർവതി ദേവിക്ക് അർജുനൻ പുത്രസമനായിട്ടുള്ള ആളാണ്. സ്വതേ അർജുനൻ തപസ് തുടങ്ങി എന്ന് കേട്ടാ മതി ഭഗവാൻ ചാടി പുറപ്പെട്ടല്ലേ, ഉണ്ണി അർജുന നീ എന്താ അങ്ങനെ മാറിയില്ലെങ്കിൽ വരൂ, എനിക്ക് എന്താ നിന്റെ മനസ്സിൽ ആഗ്രഹത്തെ ഞാൻ സാധിച്ച് അനുഗ്രഹിച്ചു തരണുണ്ണി എന്ന് പറഞ്ഞ് ഏറെ അനുഗ്രഹിക്കുന്ന ആളാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ. ഒരു കുലുക്കും ഒരു അനക്കറിഞ്ഞുണ്ടോന്ന് ഇടയ്ക്ക് ഒന്ന് തൊട്ടു നോക്കൂട്ടോ. കാലം പോണ കാലാണേ, ശൂന്യാവും നിന്നപ്പോലെ ശൂന്യാവണ കാല. തൊട്ടു നോക്കൂ. നോക്കുമ്പോ ഒരു ശ്രദ്ധയില്ല. ആ നന്ദി നീ എന്താ അങ്ങനെ വൈകി പുറപ്പെടേ? നന്ദികേശ്വരന്റെ പുറപ്പാടുണ്ട്. വരൂ വരൂ വരൂ, ഇതാ അവിടെ പോയി ഇരിക്കൂ. നീ ഒന്ന് ഉണങ്ങാനുണ്ട്, കുറച്ചുകൂടി ഇത്തിരി ഉണങ്ങിയ നേരിയ ഒന്ന് അവിടെ ഇരിക്കൂ. നന്ദികേശ്വരനാ ശിവഭൂതങ്ങളിൽ പ്രധാനിയായിട്ടുള്ള ആളാണ് നന്ദികേശ്വരൻ. നന്ദികേശ്വരൻ പുറപ്പെട്ടു. പാർവതി ആണെങ്കിൽ ദുഃഖിതയായിട്ട് ഇവിടെ എങ്ങനെ എന്താ അങ്ങോട്ട് നോക്കണേ? ഞാൻ ഇവിടെയല്ലേ പറയുന്നത്. അവളോ അങ്ങോട്ട് നോക്കി. അവിടെ എന്താ ഷണ്ട കുറേന്നാ നോക്കണതേ? അവനവന് മനസ്സാണ് വേണ്ടത്. മനസ്സ് ഇവിടെ ഉണ്ടെങ്കിലേ ഉത്കൃഷ്ടമായ ചിന്തകളെ മനസ്സിൽ ഉത്ഭവിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. വെറുതെ എങ്ങനെയെങ്കിലും ചാടി പുറപ്പെട്ടിട്ട് ഫലമില്ല. ഇവിടെ പാർവതി ദേവി അതീവ ദുഃഖിതയായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പുറപ്പെടാൻ ഭാഗമായിട്ട് നിൽക്കുക. ഇരുന്നോളോ, സംശയിക്കൊന്നും വേണ്ട. ഇപ്പൊ ഇവിടെ എങ്ങനെയൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഉള്ള സൗകര്യത്തിൽ കൂടാന്നല്ലാണ്ട് കിട്ടിയത് മേടിച്ചാ അത്ര ഭാഗ്യം എന്ന് വിചാരിക്കുക. ഇത് തന്നെ കിട്ടിയില്ലോ എന്നുള്ള സന്തോഷത്തിൽ ഇരിക്കുക. കുറച്ച് കഴിയുമ്പോ ഇവിടുന്ന് എണീക്കിട്ട് വരും. ബാക്കിയുള്ളവന്റെ അവസ്ഥയെ ചിന്തിക്കേണ്ടതേ. നേരാമണ്ണ കാളി നീ എവിടെയായിരുന്നു ഇത്ര നേരം? നിന്നെ കണ്ടില്ലാലോ ഇതേവരെ. ഇങ്ങോട്ട് വരൂ. നീ എവിടേക്ക് അങ്ങോട്ട് പോണേ? ഇങ്ങോട്ട് വരൂ. എവിടെ വരൂ. കാളി എന്റെ ഏക മകളാ കാളി. നോക്കണ പോക്ക് വെക്കും. സ്വതേ വസ്ത്രം ധരിക്കണത് നമുക്ക് ഇഷ്ടമല്ല. എന്താ പറ്റിയോ? കാര്യമായിട്ട് വാരിക്ക് ഒരു ചുറ്റിയുണ്ട്. അവിടെ പോയി നോക്കൂ. കാളിയുണ്ട്. ആ നീ എവിടെയായിരുന്നു ഇതുവരെ? ഉണ്ണിക്കിളമതി ഉണ്ട്, ശാസ്താവുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്. ആ ഓരോരുത്തർ ഓരോരുത്തർ ഭാഗമായിട്ടല്ലേ നോക്കൂ.
സുബ്രഹ്മണ്യന്റെ വരവ് കാഷായ വേഷമൊക്കെ ധരിച്ച് നീ പലക അങ്ങോട്ട് കൊടുത്താൽ ജ്യോത്സ്യം വെക്കാൻ ഭാഗമായിട്ട് അവന്റെ പോക്ക്. സുബ്രഹ്മണ്യനാണ് പുറപ്പെടുന്നത്. അതെ, സുബ്രഹ്മണ്യൻ മനസ്സിങ്ങനെ എവിടെയാ സ്ഥലം കിട്ടണെന്ന് വെച്ചാൽ ജ്യോത്സ്യമാകുമ്പോ അങ്ങനെയാണല്ലോ വേണ്ടത്. ആ സ്ഥലം കിട്ടുന്നിടത്ത് പലക എടുത്ത് വയ്ക്കും. പലക വെച്ചാൽ സഞ്ചി അടിക്കും. സഞ്ചി അടിച്ചാൽ സഞ്ചിയിലുള്ളതൊക്കെ പലകപ്പുറത്ത് ചൊരിയും. പലകപ്പുറത്തേക്ക് ചൊരിഞ്ഞാൽ തിരിപ്പിടുത്തം തുടങ്ങും. അല്ലേ? എന്താ തിരിപ്പിടുത്തം തുടങ്ങിയ വീതം വെക്കാറായി എന്നർത്ഥം. പാകാവുമ്പോഴാ ജ്യോത്സ്യനെ അന്വേഷിച്ച് സ്വതവേ പുറപ്പെടുക. ആ തിരിപ്പിടുത്തം തുടങ്ങിയ വാരണം കോരണം ചക്കിലിട്ടാട്ടണം, വാരണം കോരണം ചക്കിലിട്ടാട്ടണം. വീതം കിട്ടുമെന്ന് അറിയാൻ പറഞ്ഞതാ. ചിലത് അങ്ങനെയുണ്ട്. ആ വീതം മേടിക്കാൻ സമയമാകുമ്പോ വരും. അച്ഛന്, മുത്തച്ഛന്, ഇളയച്ഛന്, അപ്പന് വീതം വെച്ച് ബാക്കിയുള്ളത് സഞ്ചിയിലിടും. എന്നാ പിന്നെ ആദ്യ ആവശ്യത്തിന് പുറത്തിട്ടാ മതി. അതല്ല, സുബ്രഹ്മണ്യൻ ഒരു ഭാഗത്ത് ജ്യോത്സ്യായിട്ട് അങ്ങനെ ശാസ്താവ് നായാട്ടിന് പുറപ്പെടാ. ഉണ്ണിയെ കൊണ്ട് എവിടേക്കാ പോണേ? നീ എടേ അവിടെ നോക്കൂ. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കാൻ വേണ്ടേ? ഒരു സ്ഥിരത ഇല്ലാത്ത എന്താ നിനക്ക്? ആ സ്ഥിരത ഇല്ലാത്തതുകൊണ്ട് തന്നെയാ നീ ഇങ്ങനെയായേ. ചെയ്യണ കാര്യങ്ങൾക്ക് ഒരു സ്ഥിരത ഉണ്ടാവണം. കർമ്മധർമ്മങ്ങളെ മറന്ന് പ്രവൃത്തി ചെയ്യാൻ പാടില്ല. കിടന്ന് ഉറങ്ങാൻ പാടില്ല എന്നാ പറഞ്ഞേ. മനസ്സിലായോ? അവരവനെ അറിഞ്ഞു വേണം ഉറങ്ങാനായിട്ട്. എവിടേക്ക് അനാഥനായിട്ട് ഭൃംഗിരടി പോണേ? ഭൃംഗിരടി ദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാകുന്നത്. അവനവന്റെ പ്രസാദം കിട്ടി പുറപ്പെട്ടു. ഭൃംഗിരടി ഒരു ഭാഗത്തുനിന്ന് അവിടേക്ക് പുറപ്പെട്ടു. പാർവതീ ദേവിക്കാണെങ്കിൽ ഉള്ളിൽ എന്തെന്നില്ലാത്ത ദുഃഖം മനസ്സിലുണ്ട്. ഉണ്ണി അർജുനൻ സ്വതയുള്ള തപസ്സുകളെല്ലാം കഴിഞ്ഞ് പഞ്ചാഗ്രി മധ്യസ്ഥനായിട്ട് തപസ്സിയിടൂ. ഭഗവാനാണെങ്കിൽ വന്നിരിക്കണ ഇരിപ്പ ഒരനക്കല്ല. ഏതാ വേഷം തന്നെ നോക്കണേ? ഭൃംഗിടിയല്ല, നന്ദികേശ്വരനും അല്ല. പിന്നെ ആരാ ചാടി പുറപ്പെടുന്ന നോക്കണത്? ഭൂതഗണങ്ങളാ. ഒട്ടനവധിന്റെ ഭൂതഗണങ്ങള്. ഭൂതഗണങ്ങൾ ഒന്നേ ഉള്ളൂന്നില്ല, എത്ര ഉണ്ടാ നോക്ക്. അനവധി നിരവധിയുടെ ഭൂതഗണങ്ങള്. പൊക്കത്തിൽ അങ്ങനെ, വണ്ണത്തിൽ അങ്ങനെ, നീളത്തിൽ അങ്ങനെ. അത് എവിടേക്കാ പോണേ? പോവാൻ വരട്ടെ. ചെലുത്താൻ നേരായില്ല. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചെലുത്തലൊക്കെ എപ്പ തരാമെന്ന് വിചാരിച്ചിട്ടായിരിക്കണതേ. അവിടെ അങ്ങോട്ട് തുറന്നിട്ടോടെ ഇവിടുന്ന് അങ്ങനെ എണിക്കാൻ നിശ്ചയിച്ചിട്ടായിരിക്കണേ. ഞാൻ ഇതിനോടുള്ള മഹത്വം കൊണ്ട് ഇരിക്കണതൊന്നുമല്ല. അതാ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം. ഇത് കാണാനുള്ള മഹത്വം കൊണ്ട് വന്ന് സുഖമായിട്ട് ഇരിക്കണതല്ല. അവിടെ ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണമെന്നേ ഉള്ളൂ. അല്ലേ? ഇവിടെ തുറന്നപ്പോ തന്നെ പുറപ്പെടില്ലേ? സുഖമായിട്ടായിരിക്കണേ. അവിടെ നിന്ന് തുറന്നു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചിന്തയുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. പാർവതീദേവി അതീവ ദുഃഖിതയായിട്ട് ഇങ്ങനെ ഭഗവാനെ എങ്ങനെയെങ്കിലും അർജുന സമക്ഷത്തേക്ക്. എന്താ ദുഃഖം ഉണ്ടാവാൻ കാരണം? അർജുനൻ എന്ന് പറഞ്ഞാൽ പുത്രസമനാണ് പാർവതീദേവിക്ക്. എന്റെ ഉണ്ണി അർജുനൻ പഞ്ചാഗ്രി മധ്യസ്ഥനായിട്ട് തപസ് ചെയ്യണു. അമ്മ എന്ന് പറഞ്ഞ അതാണ്. അല്ലേ? അമ്മയുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ തന്റെ മക്കൾ എത്ര വിദൂരങ്ങളിലാണെങ്കിലും അവരുടെ മനസ്സൊന്ന് പെടഞ്ഞാൽ അത് അമ്മയ്ക്ക് അറിയാൻ സാധിക്കുന്ന പറയാ. അമ്മയ്ക്ക് അറിയാൻ സാധിക്കുന്നല്ല പറയേണ്ടത്, അമ്മയ്ക്ക് അറിയാൻ സാധിക്കുള്ളൂ എന്ന് വേണം പറയാനായിട്ട്. ഇവിടെ അങ്ങനെ തന്നെയാ. പാർവതീദേവി തന്റെ പുത്രവാത്സല്യത്തോടുകൂടി എങ്ങനെയെങ്കിലും ഭഗവാനെ അർജുന സമക്ഷത്തേക്ക് പറഞ്ഞയക്കണം എന്ന് നിശ്ചയിച്ച് ദേവി ഭഗവത് സമക്ഷത്തേക്ക് പുറപ്പെട്ടു. അത്യന്തം ബഹുമാനത്തോടു കൂടിയിട്ടാണ് ഉണ്ണി കൂടെ പുറപ്പെട്ടു. ശാസ്താവ് നായാട്ടിന്റെ കൂടെ പോക്കാം. താടി തലയൊക്കെ നീട്ടി കക്ഷവും ചാതികളൊക്കെ വളർത്തി അവന്റെ പോക്കു നായാട്ടിനോടെ പോകാം. എങ്ങനെയാ വേണ്ടേ? നന്നായി കേട്ടോ. ഉണ്ണിക്കിടമതിയാ. അമ്മയുടെ അടുത്തുനിന്ന് മാറില്ല അവൻ. എപ്പോഴും അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തിങ്ങനെ കൊടുക്കുക. അമ്മയുടെ ഇഷ്ടങ്ങൾ ഇങ്ങനെ നോക്കും. ഉണ്ണിക്കിടമതി അങ്ങനെയാ. താടിയേ ഇരിക്കോ? നിനക്കെങ്കിലും തോന്നിയില്ലോ ഒന്ന് ഇരിക്കണമെന്ന്? ഇതെന്ത് സാധനം? ഈ ഭൂതഗണങ്ങൾ വേഷം മാറി പുറപ്പെട്ടതാ. കബഡി കൂലുമായിട്ട് പോണോക്കുവൻ കാട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴേ ആ നായാട്ടിന് പുറപ്പെടുമ്പോ ഭഗവാൻ മനസ്സുറക്കണ്ട എന്നുള്ളത് ഭൂതഗണങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. പക്ഷേ പാർവതീദേവി ശങ്കാവിഷം കൊണ്ട് നോക്കാൻ തുടങ്ങി. എന്താ വേണ്ടതെന്നാ നോക്കണേ? ഭർത്താവിനെ അന്വേഷിച്ച് പുറപ്പെട്ടേക്കുന്നതാ. എവിടെയാ തന്റെ ഭർത്താവ് അന്വേഷിച്ച് കുറെ നേരമായി നടത്തി തുടങ്ങിയിട്ട്. ഒന്ന് ഒഴിയാൻ കാത്തുക്കായിരുന്നു. സമാധാനായി. വന്ന വഴി ഇരിക്കാൻ വേണ്ടേ? സൂക്ഷ്മത ഉണ്ടാവണ്ടേ?
ശ്രദ്ധിച്ചിരിക്കണ്ടേ? സൂക്ഷിച്ചിരുന്നോളൂ. വീടിനാച്ചു പറഞ്ഞതാ. പാർവതി സുഖമായിട്ട് ഇരിക്കാൻ നോക്കുകയാണെ. ഇപ്പൊ ഭർത്താവിനെ അന്വേഷിച്ച് പുറപ്പെടാ. ആ പുറപ്പാട് കഴിഞ്ഞപ്പോഴാണ് നോക്കണേ. മനസ്സുകൊണ്ട് ചിന്തകൾ പലതും മനസ്സിലുണ്ടെങ്കിലും എന്തെങ്കിലും എങ്ങനെയെങ്കിലും ആക്കി കൂട്ടാണ്ട് കഴിച്ചുകൂട്ടാണ്ട് പറ്റില്ലല്ലോ. ഈ സാരമില്ലാന്നുണ്ടെങ്കിൽ കഥ ഉണ്ടാവണ്ടേ? ഇനി കഥയില്ലെങ്കിൽ പിടിച്ചാലേ കാളി എന്താ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഓടി കളിച്ച് കിടക്കണേ? അനവധി കാളിമാരുണ്ട് കേട്ടോ. ഇതൊക്കെ ഭദ്രകാളി തുള്ളാണ്ടിരുന്ന ഭാഗ്യം. സംശയമൊന്നുമില്ല. എന്താ ഏതിനെയും എന്തിനേയും ഭദ്രമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവളെയാണ് ഭദ്രകാളി എന്ന് വിളിക്കുക. ഒരു കുടുംബത്തിൽ ഒരു ഭദ്രകാളി ഇല്ലാന്നുണ്ടെങ്കിൽ ആ കുടുംബം നാശം എന്ന് സംഭവിക്കും എന്നാണ് പറയുക. അതായത് ആ സമയാസമയങ്ങളിൽ ലാളിക്കേണ്ടതിന് ലാളിക്കുകയും ശകാരിക്കേണ്ടതിന് ശകാരിക്കുകയും നിഷ്ഠയോടുകൂടി ഭജിക്കേണ്ടതിന് ഭജിക്കുകയും ചെയ്യുന്ന ഭദ്രമായി എന്തിനേയും കൈകാര്യം ചെയ്യുന്ന ഭദ്രകാളിയാണ് ആ കുടുംബത്തിന്റെ ഉത്കൃഷ്ടമായത് എന്ന് പറയുന്നത്. ഇതിപ്പോ എന്താ അവരിങ്ങനെ അനാഥനാവാൻ കാരണം? ആ ഭദ്രകാളി വീട്ടിൽ തുള്ളലില്ലാതാ. ആരെങ്കിലും എന്തെങ്കിലും ആവട്ടെ, മക്കളെ തല്ലുകൊള്ളേക്കാ വേദം ഇണ്ടാണ്ടിരിക്കണാണല്ലോ എന്നുള്ള ഭാവ. ഒരു ലക്ഷ്യമില്ലാണ്ടുള്ള പോക. നമസ്കാരം. എവിടേക്കാ കാളി നിങ്ങൾ? ചെലുത്താൻ അവിടെ ചെന്നപ്പോ ആയിട്ടില്ല. എന്നപ്പോ ഇവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി പുറപ്പെട്ടു. അത്രേ ഉള്ളൂ. അങ്ങനെയുണ്ട് ചിലര്. എന്നാൽ ഇവിടെ പാർവതീദേവി ഭഗവത് സമക്ഷത്തേക്ക് അത്യന്തം ബഹുമാനത്തോടു കൂടി പുറപ്പെട്ടു. എന്താ അത് കൂടി പുറപ്പെട്ടു എന്ന് പറയാൻ കാരണം? ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കാനേ പാടില്ല. എവിടെയാണോ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് അവിടെ മുതൽ നാശം തുടങ്ങി. സ്നേഹം കൂടുതലായതിന്റെ ഒന്നിന് പുറകെ പോണു. സ്വസ്ഥതയില്ലേ? തനിച്ച് പറഞ്ഞേക്കാൻ വിശ്വാസമില്ല. അതാ പിന്നാലെ പോണത്. ഒറ്റയ്ക്ക് പറഞ്ഞയച്ചാൽ വേറെ എവിടെയെങ്കിലും കാട് കെട്ടാൻ പോയാലോ എന്ന് ഭയം ഉള്ളിലുണ്ടാവുകയും. അതായത് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കല്ല വേണ്ടത്. സ്നേഹായാൽ പരിഭവായി, പരാതിയായി, വന്നില്ല എന്നായി, നിന്നില്ല എന്നായി, പറഞ്ഞില്ല എന്നായി, കേട്ടില്ല എന്നായി, കൊടുത്തില്ല എന്നായി, കിട്ടിയില്ല എന്നായി, കൊണ്ടുവന്നില്ല എന്നായി, കൊണ്ടുപോയില്ല എന്നായി. ഇങ്ങനെ അവനവന്റെ മനസ്സിനെ അവനവൻ സ്വയം ഇകഴ്ത്തിക്കൊണ്ടേയിരിക്കും. എന്നാൽ എന്താ വേണ്ടത്? ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കല്ല, മറിച്ച് ബഹുമാനിക്കുകയാണ് വേണ്ടത്. എത്രത്തോളം ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണോ പരസ്പര ബഹുമാനമാണ് അന്തരീക്ഷങ്ങളിൽ പ്രതിധ്വനിക്കേണ്ടത്. ആ ബഹുമാനം കൂടുന്തോറും അഷ്ടൈശ്വര്യങ്ങളും താനെ ഉണ്ടാവുന്ന പറയുക. ഇത് എവിടുന്ന താനെ ഉണ്ടാവണേ? അവനവന്റെ മനസ്സിനെ അവനവൻ സ്വയം ഉത്കൃഷ്ടമാക്കും. വന്നാലില്ല, തന്നാലില്ല, തന്നില്ലെങ്കിലില്ല, പറഞ്ഞാലില്ല, പറഞ്ഞില്ലെങ്കിലില്ല, കേട്ടാലില്ല, കേട്ടില്ലെങ്കിലില്ല. തന്റെ കുടുംബത്തിൽ സമാധാനത്തെ സൃഷ്ടിക്കേണ്ടത് മനസ്സാണ് എന്ന ബോധമാണ് വേണ്ടത്. മനസ്സിലേക്ക് കൊടുക്കുന്നതാണ് മനസ്സ് പുറത്തേക്ക് വമിപ്പിക്കുക. നല്ലതിനെ കൊടുത്താൽ നല്ലത് പുറത്തേക്ക് വരും, ചീത്തയെ കൊടുത്താൽ ചീത്ത പുറത്തേക്ക് വരും. അതുകൊണ്ട് ആ ഉത്കൃഷ്ടമായ ചിന്തകളെ കൊണ്ട് നിറഞ്ഞ പാർവതീദേവി ഭഗവാനെ എങ്ങനെയെങ്കിലും അർജുന സമക്ഷത്തേക്ക് പറഞ്ഞയക്കണം എന്ന് മനസ്സുറച്ച് അവിടെ നേരെ പുറപ്പെട്ടു. ഭൂതഗണങ്ങളൊക്കെ അവിടെ അങ്ങനെ ചുറ്റിക്കൂടി നിൽക്കണേ. സുഖമായിട്ട് കാണാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിൽക്കണതേ. അവിടെ മുമ്പിലായ സുഖമുണ്ട്. അതിനെയൊക്കെ സഹിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ അവിടെ നിന്നാണ് പറയുന്നത് വെയിലില്ലാത്തടത്ത് കൊണ്ട് നിർത്തണമായിരുന്നേ. ഇതിനൊക്കെ ഒരു വേഷം കെട്ടണേനും കെട്ടിക്കണേനും ഒരു ഭാഗമുണ്ട്. മനസ്സിലാണെന്ന് പറയണേ. ഓക്കെ, കെട്ടിക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോ അതിന് വേണ്ട സാഹചര്യത്തെ മുമ്പിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ സുഖം ഉണ്ടാവുള്ളൂ. ഇല്ലാതെ എവിടെയെങ്കിലും ഉള്ളൊരു ദിവസം ദേവരുടെ ആന വരിക്കണ വരി എന്ന് പറഞ്ഞ പോലെ വേഷം കെട്ടിച്ച് നിർത്തി അതാണെങ്കിൽ വേണ്ട പോലെ ഇല്ലേ? എന്നാ എന്തെങ്കിലും അവിടെ വേഷം കെട്ടി എന്ന കാര്യമായിട്ടൊന്ന് കൊടുത്തേക്കാം എന്ന അതൊന്നുമില്ല. വേണമെങ്കിൽ മതി എന്നുള്ള ഭാവമേ ഉള്ളൂ. ഇങ്ങനെയുള്ള സാഹചര്യം ആവുമ്പോഴാ വേണ്ടത് മേടിച്ചിട്ടാ പുറപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവില്ല അല്ലേ? അതാ ഞാൻ കുറച്ച് മേടിക്കാത്തതിന് കാരണം. ധാരാളം കഴിവുള്ള ആളാ പിന്നിൽ ഇരിക്കണതേ. ആ ശിരോലങ്കാരങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ഇരിക്കണ ഇരിപ്പ് നോക്കൂ. ഒരു കാലത്ത്
നന്ദികേശ്വരനേക്കാൾ വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്ന ആളാ. ഈ ഭൂതഗണങ്ങളിൽ ഏറ്റവും പ്രധാനിയായ നന്ദികേശ്വരത്തിന് ഒപ്പം ഓടിയിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ കിട്ടാനുള്ളത് കിട്ടി, അവിടെ പോയി. ഇങ്ങനെയാ ചിലരങ്ങനെയാ, അവനവന് കിട്ടാനുള്ളത് കിട്ടിയാ പോകുന്ന. ഇവിടെ അതല്ല. പാർവതി ദേവി വന്ന് നോക്കുമ്പോ ഭഗവാനാണെങ്കിൽ ഒരു കുലുക്കൽ കണ്ടിരിക്കണു. ഭഗവാനേ സൂക്ഷ്മമായിട്ട് നോക്കണതേ. പാർവതി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണ കണ്ടപ്പോ ഭഗവാൻ അത് കണ്ടില്ല എന്നുള്ള ഭാവത്തിലാ. ഭഗവാനേ സ്വാമി ഭർത്താവേ. പാർവതി ദേവി പലതരത്തിൽ ഭഗവാനെ വിളിച്ചിട്ടും ആ ധ്യാനത്തിൽ നിന്ന് ഭഗവാൻ ഉണരണില്ല. പാർവതി ദേവി ബ്രഹ്മാസ്ത്രം കൊടുക്കാൻ തന്നെ നിശ്ചയിച്ചു. എന്താ പാർവതിമാരുടെ ബ്രഹ്മാസ്ത്രം? എന്താ? ഭഗവാനേ സ്വാമിൻ പുള്ളി അർജുനൻ കാട്ടില് പഞ്ചാഗ്നി മധ്യസ്ഥനായിട്ട് തപസ്സിടൂ. ഭഗവാനേ നമ്മുടെ ഉണ്ണിയല്ലേ ഭഗവാനെ. കേട്ടൂര് മാത്രം ഭഗവാൻ നമ്മുടെ ഉണ്ണിയല്ലേ. അവിടെ പതുക്കൊണ്ടു. ആരാ അവിടെ ശബ്ദം ഉണ്ടാക്കണേ? എന്താ പാർവതിയെ, എന്താ വേണ്ടേ നിനക്ക്? എന്താ ഇങ്ങനെ വിഷമിക്കണേ? അയ്യോ, എന്താ നിന്റെ ഉള്ളിലെ വിഷമം എന്ന് പറഞ്ഞോളൂ എന്നോട്. നിന്റെ ഏതൊരു വിഷമം ഞാൻ മാറ്റി തരുന്നുണ്ട്, സംശയിക്കൊന്നും വേണ്ട. ഭഗവാനെ എനിക്കറിയാം, ഇടത്തൊക്കെ എല്ലാം അറിയാമോ. അതെങ്ങനെയാ പാർവതി എനിക്കറിയണം? നിന്റെ മനസ്സിലുള്ളത് നിനക്കല്ലേ അറിയുള്ളൂ. നീ പറയാണ്ട് എങ്ങനെയാ ഞാൻ മനസ്സിലാക്കുക? അറിയാല്ലെങ്കിൽ അവിടെ നിന്ന് എല്ലാം അറിയുന്ന ആളാന്ന് എനിക്കറിയാം. എന്റെ പാർവതി കാര്യം പറയൂ, സങ്കടപ്പെടാണ്ട്. എന്താ വിളിച്ചാ പറഞ്ഞോളൂ. ഭഗവാനേ കുട്ടി അർജുനൻ, കുട്ടി അർജുനൻ. ഭഗവാനേ കുട്ടി അർജുനൻ. എന്റെ പാർവതി നീ ഉണ്ണി അർജുനൻ ഉണ്ണി അർജുനൻ എന്ന് പറയേണ്ട കാര്യം പറയോ. ഉണ്ണിക്ക് എന്താ പറ്റിയേ? ഉണ്ണിക്കൊന്നും പറ്റിയെന്നല്ല. പിന്നെ ഉണ്ണി അർജുനൻ പിന്നെ പറയും ഉണ്ണി അർജുനൻ. കാര്യം പറയോ പാർവതിയെ? കാര്യം തന്നെയല്ലേ പറയണേ. ഉണ്ണി അർജുനൻ കാട്ടില് പഞ്ചാഗ്നി മധ്യസ്ഥനായിട്ട് തപസ്സിടൂ. ഭഗവാനേ എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടണേ? ഒരു സങ്കടവും വിചാരിക്കണ്ട പാർവതി. എന്താ നിന്റെ മനസ്സിലെന്ന് വെച്ചാ പറഞ്ഞോളൂ. ഞാൻ ഉണ്ണിയുടെ അടുത്തേക്ക് ഓർക്കണം, അത്രല്ലേ വേണ്ടു. ഉറപ്പിച്ചു. ആട്ടെ എന്താ ഭാവം? എന്റെ കൂടെ പോരുണ്ടോ കാട്ടിലേക്ക്? കാട്ടിലേക്ക് ഭഗവാനെ അവിടുത്തെ കൂടെ അല്ലാണ്ട് വേറെ ആരുടെ കൂടെയാ സ്വാമി? ഞാൻ പുറപ്പെടുണ്ടോ? ഞാനും ഉണ്ട് ഭഗവാനെ എന്ന് പറഞ്ഞ പാർവതി ദേവി ഈ വേഷം മാറി വരിക എന്ന് പറഞ്ഞ അവിടെ നമ്മൾ പുറപ്പെട്ടു. സ്വതേ പാർവതിമാരുടെ സ്വഭാവ പറഞ്ഞേളൂ. അപ്പോഴേക്കും അവള് വേഷം മാറാൻ പോണ നോക്കൂ. പുറപ്പെടാന്ന് പറഞ്ഞേളൂ. അപ്പോഴേക്കും വേഷം മാറാൻ പാർവതി പതുക്കെ പുറപ്പെട്ടു. ഭഗവാൻ മനസ്സിൽ ആലോചിച്ചു. പാർവതി ദേവി വേഷം മാറാൻ പുറപ്പെട്ടു. സ്വതയുള്ള വേഷത്തില് തന്നെ അർജുനൻ കണ്ടാൽ അർജുനൻ തന്നെ തിരിച്ചറിയും. അപ്പോ അർജുനന്റെ മനസ്സിലുള്ള ഗർവിനെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ സാധിക്കില്ല. അർജുന മനസ്സിലെ ഗർവിനെ അഹങ്കാരത്തെ ശമിപ്പിച്ചിട്ട് വേണം പാശുപതാസ്ത്രം കൊടുക്കാൻ. അഹങ്കാരികളുടെ കയ്യിലേക്ക് അധികാരം കൊടുത്താൽ എന്താ ഉണ്ടാവാന്ന് ഞാൻ പറയണം. ഇപ്പൊ എന്താ അവിടെ സംഭവിച്ചാൽ അത് തന്നെ സംഭവിക്കും. അഹങ്കാരികളുടെ കയ്യിൽ അധികാരമായാൽ അധികാരം അഹങ്കാരികൾക്കല്ല കൈമാറേണ്ടത്. നിർമ്മലമായ മനസ്സോടുകൂടി തന്റെ വിഷമങ്ങൾ തന്നെയാണ് മറ്റുള്ളവരുടെയും വിഷമമെന്ന് ബോധം
ഉള്ളവന് വേണം അധികാരം കൈമാറാനായിട്ട്. അതുകൊണ്ട് പാശുപതാസ്ത്രത്തെ കൊടുക്കാൻ അർജുന മനസ്സിലെ ഗർവിനെ ശമിപ്പിക്കണം, അഹങ്കാരത്തെ ശമിപ്പിച്ചിട്ട് വേണം പാശുപതം കൊടുക്കാൻ. ഭഗവാൻ ഇരുന്നിരിപ്പിന് വേഷമൊന്ന് മാറി. അർജുനൻ തിരിച്ചറിയരുതെന്ന് മാത്രമേ ഭഗവാന്റെ മനസ്സിൽ ആ ഭാവമുള്ളൂ, സംശയമൊന്നുമില്ല. പതുക്കെ പാർവതി കാര്യമായിട്ട് വേഷമൊക്കെ മാറി. ഉണ്ണി അർജുനനെ കാണുമ്പോ പാശുപതം കൊടുക്കുമ്പോ ഒന്ന് കാര്യമായിട്ട് അനുഗ്രഹിക്കാലോ എന്നിങ്ങനെ മനസ്സോടെ ഏറെ സന്തോഷവതിയായിട്ട് പാർവതി ദേവി വേഷമൊക്കെ മാറി പതുക്കെ 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 അവിടെ പുറപ്പെട്ടു എന്ന് മാത്രമല്ല വന്ന് ആരാ നീ ആ താടി തലേ ഒരു സൈലന്റായിട്ട് ഇവിടെ കിട്ടിയുള്ളൂ കയറി കൂടാൻ എന്നൊക്കെ ചോദിക്കണം എന്ന് പാർവതിയുടെ മനസ്സിലുണ്ട്. പക്ഷെ ചോദിക്കാൻ നിർത്തിയില്ല. എന്നാ ആ സ്ഥാനം അത്ര മോശമല്ല, ഭഗവാന്റെ സ്ഥാനത്താ. പാർവതി സൂക്ഷ്മമായിട്ടാ നോക്കണേ. പാർവതി നോക്കുമ്പോ ഭഗവാൻ ഇരിക്കുന്ന സ്ഥാനത്ത് ഒരു കാട്ടാളൻ, കാട്ടാളക്കുഴിയ, ദുർമാംസം തീരി എന്നൊക്കെ വിളിക്കണം എന്നുള്ളിലുണ്ട്. പക്ഷേ സ്ഥാനം കണ്ട് വിളിക്കാൻ നിർത്തിയില്ല. സൂക്ഷ്മമായിട്ട് പാർവതി നോക്കണത് കണ്ടപ്പോ ഭഗവാന്റെ മനസ്സ് ഇങ്ങനെ നിറഞ്ഞു. എന്താ അർജുനൻ തന്നെ തിരിച്ചറിയരുതെന്നേ ഭഗവാൻ സ്വവേഷം മാറുമ്പോ മനസ്സിലുള്ളൂ. ഇവിടെ പാർവതി ദേവിക്ക് തന്നെ മനസ്സിലാവണില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാവണില്ല എന്ന് പറഞ്ഞത് പിന്നെ ആർക്കാ മനസ്സിലാക്കാൻ സാധിക്കുക? കേശാദിവാദം കണ്ട് വന്ദിക്കുന്ന ആളാണ് ഭാര്യ, അല്ലേ? ആ ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാവണില്ല എന്ന് പറഞ്ഞാൽ ആർക്കാ പിന്നെ മനസ്സിലാക്കാൻ സാധിക്കുക? ഭഗവാൻ എന്തെന്നില്ലാത്ത സന്തോഷമായി എന്ന് മാത്രമല്ല അതൊക്കെ വിളിച്ചു പാർവതി ഇങ്ങട് എവിടേക്ക് എങ്ങനെ ധൃതിപ്പെട്ട് പോണേ? പാർവതി ഇവിടെ വരൂ. ഉള്ളിൽ വിളിക്കണമെന്നുണ്ട്, പക്ഷേ ശബ്ദം ഇങ്ങനെ കൂർമായിട്ട് കേൾക്കും. ഈ ശബ്ദം എവിടെയോ കേട്ട് പരിചയമുള്ള ശബ്ദമാണല്ലോ കേൾക്കണേ. പാർവതി ഞാൻ തന്നെയാണത്, സംശയിക്കൊന്നും വേണ്ട. നിന്റെ ഭർത്താവ് തന്നെയാണ്. നീയല്ലേ പറഞ്ഞ കാട്ടിലേക്ക് പുറപ്പെടണം, ഉണ്ണി അർജുനനെ കാണണം, ആശീർവാദം കൊടുക്കണമെന്നൊക്കെ. എന്നിട്ട് നീ ഇപ്പൊ ബഹിഷ്കരിച്ചു പോവണ്ട. പാർവതിയെ ഇങ്ങനെ വരൂ. ബഹിഷ്കരിച്ചു പോവാണോ? അതിനി അവിടെ അയിന്ന് ധരിച്ചു പോണതാവും ചിലപ്പോഴേ. ചെലുത്തിയൊരു ഭാഗമായിണ്ട് ഇപ്പൊ തന്നെ. ഇനിയിപ്പോ അവിടെ നിന്നും കൂടി ചെലുത്തിയ പിന്നെ പറയേണ്ട കാര്യമില്ല. ഭഗവാനെ അവിടെന്ന് ഇങ്ങനെ ഒരു വേഷമൊക്കെ കണ്ടി കാട്ടിലേക്ക് പുറപ്പെടുമ്പോ ഞാൻ അവിടത്തെ കൂടെ പോരണില്ല. ഭഗവാനെ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോന്നാ മതി, എനിക്കൊരു നിർബന്ധമില്ല നീ എന്റെ കൂടെ പോന്നോളന്ന്. നിനക്ക് നന്ന് മനസ്സുണ്ടെങ്കിൽ മാത്രം. എനിക്കറിയാമെങ്കിലും അവിടെ അങ്ങനെ പറയുള്ളത്. അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ പോരണ്ടെന്ന് ഞാൻ അവിടത്തെ കൂടെ പോരണ്ട്. എന്നാ പോന്നോളൂ പാർവതി. മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ പോരണില്ല. എന്നാ പോരണ്ട. ഒറ്റയ്ക്ക് കാട്ടിലേക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പോവണ്ട, ഞാനുണ്ട്. എന്നാ പോന്നോളൂ പാർവതി. പാർവതി ഞാൻ പോരണില്ല. എന്നാ പോരണ്ട പാർവതി, ഞാൻ പോരണ്ട. എന്നിട്ടോണോ ഒറ്റയ്ക്ക് കാട്ടിലേക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പോരണ്ട, ഞാൻ പോരണ്ട്. പാർവതി ഒന്നുകിൽ നീ പോരണ്ട് നിശ്ചയിക്കും, ഇല്ല വെച്ചാൽ പോരണില്ല നിശ്ചയിക്കും. എന്താ വെച്ചാൽ നീ നിശ്ചയിക്കോ പാർവതി, മനസ്സുറക്കോ. പാർവതിക്ക് ഭഗവാനെ തനിച്ച് പറഞ്ഞയക്കാൻ അത്ര വിശ്വാസം പോരാ. പറകെ ഇറങ്ങിയില്ലേ നോക്കോള്. വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ തലയിൽ മറ്റവള് കയറി കൂടിയില്ലല്ലോ. അതാ ഈ പിന്നാലെ പോണേവള്.
ഗംഗാഭഗവതിയെ തലയിലുണ്ടല്ലോ, അതിങ്ങനെ ഓർമ്മ വരുമ്പോഴേക്കും ഭഗവാനെ ഞാനുണ്ട് ഞാനുണ്ട് കൂടെ അങ്ങോട്ട് കൂടും. അപ്പോഴാ ഓർക്കുക, സ്വതയുള്ള വേഷത്തിലല്ല ഭഗവാൻ, കാട്ടാള വേഷം ധരിച്ച് ഭഗവാൻ പുറപ്പെടുക, പിന്നാലെ ഇതാ ഇവിളും പോവുക. എന്താ ഉണ്ടാവുക? എവിടേക്ക് പോണേ നോക്കൂ, നേരമല്ലാത്ത നേരാണ്. പാർവതി ഒളിച്ചോടി, ഒരു കാട്ടാളന്റെ കൂടെ പാർവതി ഒളിച്ചോടി. ഭഗവാനെ, ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് എങ്ങനെയാ സ്വാമി ഞാൻ അവിടുത്തെ കൂടെ പോരണു? അതങ്ങനെ കേട്ടു ഭഗവാൻ. ഹേ പാർവതി, നീ എന്റെ കൂടെ അല്ലേ പോരണേ? എനിക്ക് പോകുന്നൊരു വേഷം നീ അങ്ങോട്ട് കെട്ടിക്കോളൂ പാർവതി. കേൾക്കേണ്ട താമസമേ ഉള്ളൂ. ആ വേഷം മാറി ഒക്കടെ വരുമ്പോൾ നല്ല ഒന്നാന്തരം കാട്ടാളത്തി. ആ കാട്ടാളത്തിയുടെ പോക്ക് നോക്കൂ. ഭഗവാൻ കിരാത വേഷം ധരിച്ച് ദേവി പാർവതിയാകട്ടെ കിരാതിനി വേഷധാരിണിയായിട്ട് ആ കൈലാസ ശൃംഗത്തിൽ അമരുന്നതായ സർവഭൂതഗണങ്ങളും വലക്കോലുകൾ, ശരക്കോലുകൾ, അമ്പുകൾ, വില്ലുകളൊക്കെ ആയിട്ട് മാറിയെന്ന് മാത്രമല്ല, നോക്കൂ 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 നോക്കൂ, ആ കാട്ടിൽ നിന്ന് കിട്ടുന്ന ചുട്ട മാംസം കൊണ്ടുവരാനായിട്ട് പാത്രം കൊണ്ടുവരാൻ നോക്കൂ. കാട്ടാളത്തിയാ എന്താ കാട്ടിലുണ്ടാവണ വെച്ചാൽ അതൊക്കെ ഇറക്കി കൂട്ടണം. അതിനുള്ള സംവിധാനമായിട്ട് പുറപ്പെട്ടു. ഒരാള് വലക്കോല്, ഒരാള് ശരക്കോല്, അമ്പ്, വില്ല്, ശ്വാക്കൾ അനവധി. കൈലാസ ശൃംഗത്തിൽ നിന്ന് സർവഭൂതഗണങ്ങളോടുകൂടി ഭഗവാൻ കിരാത വേഷം ധരിച്ച് ദേവി പാർവതിയാകട്ടെ കിരാതിനി വേഷധാരിണിയായിട്ട് അർജുന തപോവനം ലക്ഷ്യമാക്കി തന്റെ ഭക്തപ്രിയനായിരിക്കുന്ന അർജുന മനസ്സിലെ ഗർവിനെ, അഹങ്കാരത്തെ ശമിപ്പിച്ച് പാശുപതാസ്ത്രത്തെ പ്രദാനം ചെയ്യണമെന്ന് നിശ്ചയിച്ച ഭഗവാൻ കിരാത വേഷം ധരിച്ച് അർജുന തപോവനത്തിലേക്ക് പുറപ്പെട്ടു. ശംഖുനാദം മുഴങ്ങി, പെരുമ്പരകളുടെ ശബ്ദം മുഴങ്ങാൻ തുടങ്ങി. ആ കാട്ടിലേക്ക് ഇങ്ങനെ ഭൂതഗണങ്ങളോടുകൂടെ കാട്ടാള വേഷം ധരിച്ച് നായാട്ടെന്ന വ്യാജേന ഭഗവാൻ ആ കാട്ടിലൂടെ ഇങ്ങനെ പതുക്കെ പതുക്കെ തന്റെ ഹുങ്കാര ശബ്ദത്തെ കൊണ്ട് ഹിംസ്ര മൃഗങ്ങളെ മുഴുവൻ ആട്ടിപ്പായി. എവിടേക്കാ സിംഹിണി പോണേ? ഉഗ്രസിംഹത്തിന്റെ കൂടെ കഴിഞ്ഞിട്ടാ ഈ നടക്കണത്. ഒരു പിടിയാനയാണല്ലോ. അനവധിയുണ്ട്, പിടിയുണ്ട്, കുമ്പനും ഉണ്ട്. പല പിടികളുടെയും കൂടെ പോവാണ്ടിരിക്കുക നല്ലത്. കാരണം ഏതിലെ പുറപ്പെടുന്ന നിശ്ചയില്ലാത്ത പിടി എവിടെയെങ്കിലും ഇളകിന്ന് കേട്ടുണ്ടോ? എന്നാ കൊമ്പൻ ഇടയ്ക്കിടയ്ക്ക് ഇളകും. മതേ എന്നാ പിടിക്ക് മത എടുക്കില്ല. എന്താ അത് പലരുടെയും കൂടെ പോകാലോ, അതുകൊണ്ടാ. കൊമ്പന് പിന്നെ അങ്ങനെ എത്ര പോയിട്ടും സൂക്ഷ്മമായിട്ട് നോക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞ ഒരു വരുന്നത് അങ്ങോട്ട് ഒരു ചാട്ടം, അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ചാട്ടം. ഭഗവാന്റെ ഹുങ്കാര ശബ്ദം കേട്ട് ഹിംസ്ര മൃഗങ്ങൾ മുഴുവൻ ഓടി ഓടി ഒളിക്കണു. സാധുമൃഗങ്ങൾ, മാൻപേടകൾ, മയിൽപേടകളെ മുഴുവൻ ഭഗവാൻ കളിപ്പിച്ച് രസിപ്പിച്ച് കളിപ്പിച്ച് രസിപ്പിച്ച് ആ കാട്ടിലൂടെ ഇങ്ങനെ ഭഗവാൻ അർജുന തപോവനം ലക്ഷ്യമാ. ഏതാ പന്നി? സാധാരണ പന്നിയല്ലോ. ഒരു പന്നി. ഭഗവാന്റെ നേത്രങ്ങൾ ചെന്ന പന്നിയിൽ പതിച്ചേ ഉള്ളൂ. പന്നിയുടെ നേത്രങ്ങളിൽ ചെന്ന് പതിച്ച മാത്രയിൽ ഭഗവാന് ബോധ്യായി ഇത് സാധാരണ പന്നിയല്ല. ദുര്യോധനാദികളുടെ വാക്യഹേതുവായിട്ട് മൂകാസുരൻ കപടകിടി വേഷധാരനായിട്ട് അർജുന തപസ് മുടക്കാൻ പുറപ്പെട്ടിരിക്കുന്നതാണ്. എന്നാൽ ഈ പന്നിയുടെ കഥ കഴിച്ചുകൊണ്ട് അർജുനനോട് യുദ്ധം ചെയ്യാം. ചിരതരം സമരം സമാനം. സമാനമായ സമരം ചെയ്യണമെങ്കിൽ ഈ പന്നിയുടെ കഥ കഴിക്കണം. സാധാരണ പന്നി അല്ലാതെ മൂകാസുരനാണ്. അസുര നിഗ്രഹണം
തെറ്റില്ല. അസ്ത്രം എടുത്ത് പിടിച്ചു. ആ പന്നിയുടെ പിറകെ കാട്ടാളൻ പുറപ്പെട്ടു. പന്നി അർജുന തപോവനം ലക്ഷ്യമാക്കി. ധം 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 ധം. എത്രയാ സാധു മൃഗങ്ങൾ! ഒന്നും രണ്ടൊന്നുമില്ല. സാധുവും മാൻപേടകൾ മേൽപേടകൾ ഭയന്ന് വിറച്ച് കരഞ്ഞ് നിലവിളിച്ച് ഒട്ടനവധി മാൻപേടകൾ മേൽപേടകൾ മുഴുവൻ ആ ഭീമാകാരനായ പന്നിയുടെ കാൽപാദ ശബ്ദം കേട്ട് ഭയന്ന് അർജുന തപോവനത്തിലേക്ക്. കരച്ചില് ബഹളങ്ങൾ കേട്ട് തപസ്യായ അർജുനൻ തന്റെ നേത്രങ്ങൾ തുറന്നു നോക്കുമ്പോ അതിഭീമാകാരനായ ഒരു പന്നി തന്നെ നേർക്ക് അസ്ത്രം എടുക്കാൻ ഇങ്ങോട്ട് തുനിഞ്ഞു. അർജുനകരങ്ങൾ അസ്ത്രത്തിൽ സ്പർശിച്ച മാത്രയിൽ മനസ്സു തുറന്നു. താൻ ഭഗവാനെ സേവിക്കുന്ന സമയമാണ്. ഈശ്വര സേവാ സമയത്തെങ്കിൽ ദുഷ്ടചിന്തകളൊന്നും മനസ്സിൽ വരാൻ പാടില്ല. ഭഗവാനെ, ഈ പന്നി ഇന്ന് എന്റെ കഥ കഴിക്കൂലോ. ഒരു മാത്ര ഭഗവാനെ സ്മരിച്ചേള്ളൂ. തന്നെ വധിക്കാൻ വരുന്ന ഒന്നിനെ വധിക്കുന്നതിൽ തെറ്റില്ല. നിസംശയം അർജുനൻ അസ്ത്രം എടുത്തു തൊടുത്തു ആ പന്നിയുടെ നേർക്ക്. ഭഗവാനും ഒട്ടും സംശയം ഉണ്ടായില്ല. ഒരു അസ്ത്രം എടുത്ത് നേരെ തൊടുത്തു പന്നിയുടെ നേർക്ക്. കിഴക്കേ ഗോപുരത്തിലൂടെ ഭഗവാന്റെ അസ്ത്രം, പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ അർജുനന്റെ അസ്ത്രം. പന്നിയുടെ കഥ നീക്കോ വരൂ. ശ്വാസം ഉണ്ടോ നോക്കാം. കഥ കഴിഞ്ഞോ നോക്ക്. ഇവിടെ പിടിച്ചോ. അറിയേണ്ട താമസമുള്ളൂ. ശരക്കോലുകൾ വലക്കോലുകൾ അങ്ങനെ എടുത്തു. കാട്ടാള കൂട്ടങ്ങൾ അവിടുന്ന് ഇവിടുന്നല്ലേ വരെ നോക്കൂ. ആ ശരക്കോല് വെച്ച് പന്നിയുടെ ശരീരം ഇപ്പുറത്തൊന്ന് കുത്തു, അപ്പുറത്തേക്കൊരു മറക്കില്ല. അപ്പുറത്തൊന്ന് കുത്തു, ഇപ്പുറത്തേക്കൊരു മറക്കില്ല. അർജുനൻ നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താ? മൃതമായി കിടക്കുന്ന പന്നിയുടെ ശരീരത്തെ തന്റെ തപോഭൂമിയിങ്കൽ കാട്ടാള കൂട്ടങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കണു. സ്വതേ കാരനായിട്ടുള്ള അർജുനന് സഹിച്ചില്ല അങ്ങോട്ട് കണ്ടിട്ട്. ആരവിടെ? കടക്ക് പുറത്ത്. സാക്ഷാൽ വിജയന്റെ വാക്ക. കടക്ക് പുറത്ത്. ഇതങ്ങനെ കേട്ടു. എവിടുന്ന് ഈ കടക്ക് പുറത്ത് നിന്ന് കേൾക്കുന്നത്? ഭഗവാൻ നോക്കുമ്പോ അർജുനനാണ് കടക്ക് പുറത്ത് എന്ന് പറയുന്നത്. വിജയനാ പറയുന്നത്. ഒരു മാത്രമേ നോക്കി താൻ വെറും നിസാരനായ കാട്ടാളൻ എന്ന കണക്കെ, ഏതോ ഒരു തപസ്യാണ് അർജുനൻ എന്ന കണക്കെ, താൻ അർജുനനോടല്ല സമ്മതിക്കണമെന്ന ഭാവത്തിൽ ആരാ നീ? നിനക്കെന്താ ഈ കാട്ടില് കാര്യം? കൊള്ളരുതാത്തവരെ, ഞാൻ ഇത്ര കണ്ടു ദൂരം ഓടിച്ചോടിച്ച് എന്റെ ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്ന ഈ പന്നിയുടെ കഥ കഴിക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? ആരാ നീ? ഇങ്ങനെ അർജുന കർണങ്ങളിലേക്കാ ചെന്ന് പതിക്കണതേ. അർജുനൻ നോക്കുമ്പോ എന്താ? വെറും നിസാരനായ ഒരു കാട്ടാളൻ. കാട്ടാളക്കുഴിയ. നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്. ഞാൻ ആരാണെന്ന് ബോധ്യമായാൽ ഇങ്ങനെയല്ല പെരുമാറുക. എന്നെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്തതാണ് ഈ പെരുമാറ്റത്തിനൊക്കെ കാരണം. മനസ്സിലാവുണ്ടോ പറയണേ? ഞാൻ ആരാന്ന് മനസ്സിലായാൽ പിന്നെ ഇങ്ങനെ പെരുമാറില്ല. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ഈ പന്നിയുടെ കഥ ഞാൻ കഴിച്ചില്ല. നീ കൊണ്ടുപോകും. നിനക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് തകി കൊണ്ടുപോകളോ. വളരാത്തവരെ, നീ അസ്ത്രമയച്ച് വീഴ്ത്തിയ മാംസം ഭക്ഷിക്കേണ്ട അവസ്ഥ ഇന്ന് എനിക്കില്ല. എന്റെ ഭക്ഷണം തേടാനുള്ള കഴിവ് എനിക്കുണ്ട്. അതുകൊണ്ട് നിന്നോട് ആരാ പറഞ്ഞേ ഈ പന്നിയുടെ കഥ കഴിക്കാൻ? ആരാ നീ? എട്ടാന്നുള്ള വിളി ഇങ്ങനെ കർണത്തിലടിക്കുമ്പോ അർജുനന്റെ മനസ്സൊന്ന് തളരണ്ട്. പക്ഷേ ഭഗവാനെ സേവിക്കുന്ന സമയമാണ്. കാട്ടാള, ഞാൻ ആരാന്ന് ബോധ്യായില്ല എന്നുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോവില്ല എന്നാണ് നിന്റെ ഭാവം എന്നുണ്ടെങ്കിൽ നീ അറിഞ്ഞോളൂ, ഞാൻ ദ്രോണാചാര്യയുടെ ശിഷ്യൻ, മധ്യമ പാണ്ഡവൻ, കില്ലാളി വീരൻ, ദേവേന്ദ്രന്റെ പുത്രൻ അർജുനൻ. യുദ്ധം ചെയ്യണോ നിനക്ക് എന്നോട്? ഈ പന്നിയുടെ കഥ ഞാൻ കഴിച്ചില്ല. നിനക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് കൊണ്ടുപോകോ.
ഇതെങ്ങനെ കേട്ടു ഭഗവാൻ. പതുക്കൊന്നു മനസ്സിരുത്തി മൂളി അർജുന മുഖതാവങ്കലേക്ക് നോക്കി ഭഗവാൻ പറഞ്ഞു, അപ്പൊ നീയാണ് ആ അർജുനനല്ലേ, നീയാണ് ആ അർജുനനല്ലേ? ഏതോ ഒരു അർജുനനെ ഈ കാട്ടാളൻ അറിയാവുന്ന ഭാവം പതുക്കെ അർജുന മനസ്സിലേക്ക് കൊടുത്തു. പതുക്കെ അവിടെ തുടങ്ങി, ഹേ അർജുന, നിന്റെ വീരകഥകള്, നിന്റെ ധീരകഥകള്, നിന്റെ കേമത്തങ്ങൾ കേട്ട് 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 ഞാൻ അർജുന എന്തെങ്കിലും ഒരു ദിവസം നിന്നെ നേരിട്ട് കാണണം എന്നുള്ളതോ എന്റെ മനസ്സിലുണ്ടായിട്ട് കാലങ്ങളേറെ. ഹേ അർജുന, കൊള്ളരുതാത്തവരെ, എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? നിന്റെ വംശപാരമ്പര്യം ഞാൻ പറയണോ? അർജുനന്റെ വംശേ വിജയന്റെ വംശം ഞാൻ പറയണം? പറയാണ്ടിരിക്കുക ഭേദം അല്ലേ? സോമവംശാണ്. ചന്ദ്രൻ സ്വാഹയായിട്ടുള്ള ചുറ്റിക്കളി കഴിഞ്ഞ് കൂടെ നോക്കൂ, വിവസ്ത്രയായിട്ടാ പറഞ്ഞിട്ട് ഫലല്ല. ഒരു ദിവസം പറഞ്ഞാൽ തീരില്ല. ഇപ്പൊ തന്നെ നേരമില്ലാത്ത നേരം അല്ലേ? എന്തെങ്കിലും പറയണേനേ, എന്തെങ്കിലും കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ. പറയണേന് ഒരു അളവ് വേണമല്ലോ. എടുക്കണവൻ അറിയില്ലെങ്കിൽ കൊടുക്കണവൻ അറിയണം. എന്താ വേണ്ടേ? കോട്ടെ അർജുന, നിന്റെ വംശം ഞാൻ കണക്കാക്കണില്ല. നിന്റെ കുലമഹിമ എങ്ങടെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കണോ? നിന്നെ വിജയന്റെ കുലമഹിമ ഞാൻ പറഞ്ഞു കേൾപ്പിക്കണോ? അതും പറയാണ്ടിരിക്കുക ഭേദം. നീ തന്നെ പറഞ്ഞല്ലോ മധ്യമനാണ്. എങ്ങനെയാ അർജുന നീ മധ്യമനാവുക? ആരൊക്കെയാ നിന്റെ സഹോദരങ്ങള്? ധർമ്മപുത്രന് ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. 5 പേര് അല്ലേ? പഞ്ചപാണ്ഡവന്മാര്. ഭാഗല്ലേ നോക്കൂ. ധർമ്മപുത്രന്, ഭീമസേനൻ, അർജുനൻ, നകുല, സഹദേവന്മാര്, ഇരട്ട കുട്ടികൾ. നോക്കി അർജുന, ഒരു ചെറിയ സംശയം. നിങ്ങൾ 5 പേരെയും നിരത്തി നിർത്തുക, എന്നിട്ട് ചോദിക്കുക. ചെറിയ സംശയമുള്ളൂ. സംശയം ദൂരീകരിച്ചാൽ ഞാൻ ഇവിടുന്ന് പൊക്കോളാം. എനിക്കൊരു അലോകയില്ല. എന്നെ കുറിച്ച് ഒന്നും ധരിക്കരുത്. എനിക്ക് അറിവുണ്ടാകുന്ന ധരിക്കരുത്. എനിക്കൊരു അറിവില്ല. ഞാൻ വെറും നിസാരനായ ഒരു കാട്ടാളൻ. ഹേ അർജുന, എനിക്ക് അറിവുണ്ടെന്ന് നീ ധരിക്കരുത്. എനിക്ക് ഒരു അറിവില്ല. ഞാനൊരു നിസാരനായ കാട്ടാളൻ. പക്ഷേ അർജുന, എന്റെ ചെറിയൊരു സംശയം അത്രേ ഉള്ളൂ. ധർമ്മപുത്രനെ ആരാച്ഛൻ അറിയോ? ആരാ ധർമ്മപുത്രയുടെ അച്ഛൻ? യമൻ. കാലൻ കൊണ്ടുപോയി എന്ന് കേട്ടല്ലേ? കാലൻ കൂട്ടിന് വന്നു ആദ്യമായിട്ടാ കേൾക്കണേ. പക്ഷെ സാരല്ലേ അറിയില്ല, എന്തെങ്കിലും ആവട്ടെ. നീണ്ടല്ലോ ഒരാൾ ഭീമസേനൻ. ആ ഭീമസേനന്റെ ഭീമസേന ആരാച്ഛൻ ഒന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. നോക്കൂ, കഥാശ്രവണം ചെയ്യുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ വിളിച്ചുണർത്തുക. എന്താ ഉണ്ടാവുമെന്ന് ഞാൻ പറയണം? വെള്ളം കിട്ടാണ്ട് ചാവുന്ന പറയാ. എന്താ ചായക്കില്ല, ആരെച്ചാ വിളിച്ചുകൊണ്ട് നോക്കോളൂ. എനിക്ക് വിരോധമൊന്നുമില്ല. ഉരുണ്ട് തുടങ്ങിയല്ലോ. ചെലുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരവാ. അപ്പൊ ഒന്ന് ഉരുണ്ട് തുടങ്ങി. ഇവിടെ അങ്ങനെയല്ല. ഹേ അർജുന, ഒന്ന് പറഞ്ഞു കേട്ടാ കൊള്ളാം. ആരാ ഭീമസേനന്റെ അച്ഛൻ? ആരാ അറിയോ? വായു. കഷ്ടം. കാറ്റടിച്ചൊക്കെ ഉള്ളികൾ ഉണ്ടാവാന്ന് പറഞ്ഞാൽ കഷ്ടം. അർജുന, നിന്റെ കാര്യം അല്പെങ്കിലും യോഗ്യതയുണ്ട്. എന്തെങ്കിലും ആവട്ടെ. ദേവേന്ദ്രന്റെ പുത്രൻ. ഇനി 2 അനുജന്മാരുണ്ടല്ലോ നിനക്ക്. ആരൊക്കെയത്? നകുലനും സഹദേവനും. നകുല സഹദേവന്മാരെ ആരാച്ഛൻ എന്താ പറയാ അറിയോ? നകുല സഹദേവന്മാരുടെ അച്ഛന്മാരാരൊക്കെയാണ്? അശ്വനി ദേവകള്. അശ്വനി ദേവകളുടെ പുത്രന്മാരാണ് നകുലനും സഹദേവനും. അത് അമ്മയുടെ കേമത്തല്ല കേട്ടോ. ചേടത്തി എനിക്കും കൂടി പോണ പോക്കു. ഏടത്തിക്ക് ഒരുപടി വരങ്ങൾ കിട്ടിയപ്പോ ഏടത്തി ഓരോരോ വരങ്ങളെ കൊണ്ട് ഓരോരുത്തരെ വിളിച്ചു വരുത്തി. അതങ്ങനെ അനുജത്തി കണ്ടപ്പോ ഒരു വരം ഏടത്തിയോട് അനുജത്തി മേടിച്ചു. ചേച്ചി, ഒരു വര എനിക്ക് തരുമോ? അതിനെന്താ മോടുത്തോളൂ. ഒരു വരം ഏടത്തി അനുജത്തിക്ക് കൊടുത്തു. ഏടത്തി ഓരോരുത്തരെ വിളിച്ചു വരുത്തിയപ്പോ അനുജത്തി 2 വിളിച്ചു വരുത്തി. ഇതാ 2. മാതൃസുതന്മാരാണ് നകുലനും സഹദേവനും. അശ്വനി ദേവന്മാരുടെ പുത്രന്മാര്. എന്റെ സംശയം അല്ലാട്ടോ അർജുന.
എന്റെ സംശയത്തിലുള്ള 5 പേരെയും നിർത്തുക. ധർമ്മപുത്രരെ, ആരാച്ചൻ, യമൻ, ഭീമസേന, വായു, അർജുന, ദേവേന്ദ്രൻ, നകുലസഹദേവന്മാരെ, അശ്വനീ ദേവകള്, പാകയില്ല. 5 പേര്, 5 അച്ഛൻ പാകല്ലേ? 5 പേരോടും കൂടി ചേർന്ന് ചോദിക്കുക, പാണ്ഡവരെ, ആരാച്ചൻ, എന്താ പറയുക? പാണ്ഡു. 5 പേര്, 6 അച്ഛൻ. നീ ഇതെങ്ങനെ വീതം വയ്ക്കാൻ പറ്റാ? ഞാനിവിടെ നോക്കാം, എനിക്കൊരു അഹങ്കാരമില്ലാണോ? ഇതങ്ങനെ കേട്ടു അർജുനൻ. രോഷാതിരേക കലുഷേണ പാണ്ഡുസൂനോ. പാണ്ഡുപുത്രനായിരിക്കുന്ന അർജുനൻ എന്തെന്നില്ലാത്ത കലുഷമായ ഹൃത്തോടു കൂടിയിട്ട്, ഹേ കാട്ടാളക്കുഴിയ, നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്. ഞാൻ ഭഗവാനെ സേവിക്കണ സമയമായത് നിന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ എന്നെ ഒരു അസ്ത്രത്തിന് തികയില്ല. നീ എന്നെയും എന്റെ കുലത്തെയും വംശത്തെയും നിന്ദിക്കണോ? ഞാൻ അവസാനമായിട്ട് നിന്നോട് പറയുക, ഈ പന്നിയുടെ കഥ ഞാൻ കഴിച്ചിട്ടുണ്ട്. നിനക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് തികയും. കൊണ്ടുപോകോ? ഇല്ല അർജുന, നിന്റെ വംശം, നിന്റെ കുലം, നിന്റെ കേമത്തങ്ങളൊക്കെ പോട്ടെ അർജുന. ഭഗവാൻ മനസ്സുകൊണ്ട് ചിന്തിക്കുക, എന്താ? അർജുനനെയും അർജുനന്റെ വംശത്തെയും കുലത്തെയും നിന്ദിച്ചിട്ടും അർജുനൻ ആയുധം എടുക്കണില്ല. അർജുനനെ കൊണ്ട് ആയുധം എടുപ്പിച്ച് അർജുന മനസ്സിലെ ഗർവിനെ ശമിപ്പിച്ചിട്ട് വേണം പാശുപതാസ്ത്രം കൊടുക്കാനായിട്ട്. തന്നിൽ എത്രത്തോളം ഭക്തി അർജുനനുണ്ട് എന്നറിയാൻ വേണ്ടി നിസ്സംശയം ഭഗവാൻ സ്വയം നിന്ദിക്കാൻ തുടങ്ങി. ഹേ അർജുന, നിന്റെ വംശം, കുലം, നിന്റെ കേമത്വങ്ങളൊക്കെ പോട്ടെ അർജുന. നീ ആരെയാ സേവിക്കണേ? എത്ര ഈശ്വരന്മാരിവിടെ ഉണ്ട് നിനക്ക് സേവിക്കാൻ? അച്യുതാനന്ദനെ സേവിച്ചൂടെ? നിനക്ക് ആ മുരളീധരനെ സേവിച്ചൂടെ? നിനക്ക് ആ വേണുഗോപാലിനെ സേവിച്ചൂടെ? നിനക്ക് ആ ചേലക്കള്ളൻ, വെണ്ണക്കള്ളൻ ബാലകൃഷ്ണനെ സേവിച്ചൂടെ? നിനക്ക് ആ ഉണ്ണികൃഷ്ണനെ സേവിച്ചൂടെ? ഉണ്ണികൃഷ്ണന്റെ കാര്യം പറയാണ്ടിരിക്കാതെ, ഉണ്ണികൃഷ്ണനെ പോറ്റി വളർത്തിയതാണ് ഏറ്റവും അപകടമായത്. പോറ്റാണ്ട് വളർത്തി അത്ര കുഴപ്പമുണ്ടാവില്ല. വെണ്ണ കൊടുത്ത്, തൈര് കൊടുത്ത്, പാല് കൊടുത്ത് ഒക്കെ പോറ്റി 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 ആ ഉണ്ണികൃഷ്ണന്റെ ഗതി അകത്തായി. മുരാരിയുടെ കാര്യം പറയേ വേണ്ട, സേവിക്കാൻ അനവധിയുണ്ട്. ഈ അച്യുതാനന്ദ സേവ എപ്പോഴാണോ വിട്ടത് അപ്പൊ തുടങ്ങിയ കഷ്ടകാല. അർജുന, ഞാൻ വെറുതെ പറയില്ല. എത്ര ഈശ്വരന്മാരിവിടെ ഉണ്ട്. നിനക്ക് ആ കരുണാകരനെ ഭജിക്കാം. നിനക്ക് ആ വേണുഗോപാലിനെ, മുരളീധരനെ, അച്യുതാനന്ദനെ, ശങ്കരനാരായണനെ, ആരെയൊക്കെ നിനക്ക് ആ ശിവനെ ഭജിച്ചൂടെ? നിനക്ക് ശിവന്റെ എത്ര ഭാവങ്ങളുണ്ട്. ആ രൗദ്രമായിട്ടുള്ള ഭാവം വേണ്ട. നിനക്ക് രൗദ്രഭാവം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയായിട്ടുള്ള ശിവനെ, ആ ശിവൻകുട്ടിയെ ഭജിച്ചൂടെ? ശിവൻകുട്ടിയുടെ കാര്യം പറയാണ്ടിരിക്കാതെ എന്ത് പറഞ്ഞിട്ടും ആരെ ഭജിക്കണേക്കാളും ഭേദം അവനവൻ സ്വയം ഭജിക്കുന്നതാണ് എന്ന തോന്നലാണോ ഇവിടെ? അല്ല. ഹേ അർജുന, ഇത്ര ഈശ്വരന്മാരിവിടെ ഉണ്ടായിട്ട് നിനക്ക് സേവിക്കാൻ ഈ ചുടലഭസ്മം ധരിച്ച്, കപാലം ധരിച്ച്, മുതുകാളയുടെ പുറത്ത് സ്വന്തം എന്ന് പറയാൻ എന്തെങ്കിലും നീ സേവിക്കണ നിന്റെ സേവാമൂർത്തിക്കുണ്ടോ? അർജുന, ഹേ കഷ്ടം, ശ്മശാനവാസിയായിട്ടുള്ള ആളെയല്ലേ നീ സേവിക്കണേ? ശിവനിന്ദ കേട്ട മാത്രയിൽ മിന്നൽ പിണറായി വിജയൻ എടുത്തു അസ്ത്രം, തൊടുത്തു കാട്ടാളന്റെ നേർക്ക്. ഒരു സംശയം ഉണ്ടായില്ല. മിന്നൽ പിണർ പോലെ അർജുനൻ അസ്ത്രം എടുത്ത് തൊടുക്കാനും കൂടി തുടങ്ങി കാട്ടാളന്റെ നേർക്ക്. രോഷാതിരേക കലുഷേണ ച പാണ്ഡുസൂരോ. പാണ്ഡുപുത്രനായിരിക്കുന്ന അർജുനൻ എന്തെന്നില്ലാത്ത കലുഷമായ ഹൃത്തോട് കൂടിയിട്ട് ഭഗവൻ നിന്ദ ചെയ്ത മഹാഭാവി ഞാൻ അർജുനൻ. നിന്റെ കഥ കഴിക്കാൻ എന്റെ ഒരു അസ്ത്രം മതി. അനേകം വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കാൻ തുടങ്ങി. ഭഗവാനോ കാരുണ്യപൂര മൃദുളേന ഹൃദാവിരാമ. കാരുണ്യപൂര മൃദുളമായിരിക്കുന്ന ഹൃത്തിനോട് ഉപലക്ഷിതനാണ് ഭഗവാൻ. ആഴക്കടൽ പോലെ ശാന്തമായ സ്വരൂപത്തോടു കൂടി ഭഗവാൻ അസ്ത്രം എടുത്ത് കൊടുക്കുക പതുക്കെ. അർജുനൻ കൊടുക്കുന്ന അസ്ത്രങ്ങൾ, കാട്ടാളന്റെ കഥ കഴിയണം എന്ന് നിശ്ചയിച്ചു കൊടുക്കുന്ന അസ്ത്രങ്ങള് കാട്ടാളന്റെ ദേഹത്ത് ചെന്ന് പതിക്കുമ്പോ ഭഗവാൻ അതൊരു കൂവളത്തില വീഴുന്നത് പോലെ തോന്നണുള്ളൂ. എന്നാൽ അർജുനൻ തൊടുക്കുന്ന അസ്ത്രങ്ങൾക്ക് പകരം ഭഗവാൻ തൊടുക്കുന്ന അസ്ത്രങ്ങളോ, എന്റെ ഉണ്ണി അർജുനൻ, ഞാൻ തൊടുക്കുന്ന അസ്ത്രങ്ങൾ അർജുന ശരീരത്തിൽ സ്പർശിക്കുമ്പോ അർജുനനൊരു തുളസീതളം വീഴണത് പോലെ തോന്നാവൂ. അത്ര മൃദുലമായി തൊടുക്കുന്ന അസ്ത്രം
അർജുനന് താങ്ങാൻ പോലും പറ്റണില്ല. അല്പം മഹാന്ത അല്പായിട്ട് പ്രയോഗിക്കുന്നത് അർജുനന് താങ്ങാൻ പോലും പറ്റണില്ല. അനേകം അസ്ത്രങ്ങള്. ഇരുവരും തൗ ചിരതരം സമരം സമാനമായ സമരത്തെ ചെയ്തുകൊണ്ട് ഒരാള് എന്തെന്നില്ലാത്ത ഗൗരവമേറിയ ശക്തിയോട് കൂടിയിട്ട്, ഒരാള് ആഴക്കടല് പോലെ ശാന്തമായ മനസ്സോട് കൂടിയിട്ട് ഇരുവരും സമരം ചെയ്തുകൊണ്ട് അർജുന മനസ്സിലേക്ക് ഗർഭിനെ ശമിപ്പിച്ച് പാശുപതാസ്ത്രത്തെ അനുഗ്രഹിച്ചു നൽകണമെന്ന് പ്രകാരം നിശ്ചയിച്ച ഭഗവാൻ കിരാതവേഷം ധരിച്ച് കിരാതിനി വേഷധാരിണിയായിരിക്കുന്ന പാർവതിയോടും സർവഭൂതഗണങ്ങളോടുകൂടെ അർജുന തപോവനത്തെ പ്രാപിച്ച് കപടകിടി വേഷധാരനായ മുഖാസുരനെ നിഗ്രഹിച്ച് അർജുനനുമായി വാക്സംവാദത്തെ ചെയ്ത് യുദ്ധത്തെ ചെയ്ത് അർജുന മനസ്സിലെ സർവവിധ ഗർഭിനെയും അശേഷം നിശേഷം ശമിപ്പിച്ച് പാശുപതാസ്ത്രത്തെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് പ്രകാരം നിശ്ചയിച്ചു പുറപ്പെട്ടത്